നിങ്ങൾ അഭയം പ്രാപിച്ചു വരുന്നവൻ്റെ പേരന്വേഷിക്കരുത്. മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നവൻ ആരോ അവൻ തന്നെയാണ് തൻ്റെ പേര് കൊണ്ട് ക്ലേശിക്കുന്നത്. ദ ട്രൂ പോയിന്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് വിക്ടർ യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു നോവലിൽ നിന്നുള്ളൊരു ഉദ്ധരണിയാണ്. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വായനാ ദിനത്തിൻ്റെ ഭാഗമായി ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും എന്ന പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിരുന്നു. ഏകദേശം അതേ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ലോക ക്ലാസിക്കുകളിൽ ഒന്നാണ് വിക്ടർ യൂഗോയുടെ പാവങ്ങൾ. മനുഷ്യാവസ്ഥയുടെ ഏറ്റവും ദുരന്തപൂർണമായ മുഖം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ വേണ്ടി പറ്റും. വിക്ടർ യൂഗോ കഥ തുടങ്ങുന്നത്, പാവങ്ങൾ എന്ന് പറയുന്ന കഥയും തുടങ്ങുന്നത് നെപ്പോളിയൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ്. യുദ്ധവും സമാധാനവും നെപ്പോളിയൻ റഷ്യ ആക്രമിച്ച് കീഴടക്കുന്ന ആ യുദ്ധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമാണെങ്കിൽ, ഇത് ഫ്രഞ്ച് വിപ്ലവവും അതിനുശേഷം നെപ്പോളിയൻ്റെ ഭരണകാലവും പിന്നീട് വാട്ടർലൂ എന്ന് പറയുന്ന യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെടുന്നത് വരെയുള്ളൊരു കാലഘട്ടം, അതിനിടയിൽ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെയാണ് ഈ നോവലിൽ പരാമർശിക്കപ്പെടുന്നത്. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പുതിയ പുതിയ ആൾക്കാർ കടന്നു വരികയാണ്. പുതിയ പ്രദേശങ്ങൾ, പുതിയ ലോകങ്ങൾ, പുതിയ സമൂഹങ്ങൾ, പുതിയ ജീവിതങ്ങൾ, പുതിയ ദുഃഖങ്ങൾ, പുതിയ പ്രണയങ്ങൾ, ഇങ്ങനെയുള്ള പല കഥകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പാവങ്ങൾ എന്ന് പറയുന്ന നോവൽ ലോകത്തെ മാറ്റിമറിച്ച നോവലാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങളിത് മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ ഒരു തവണ വായിച്ചു തീർക്കുമ്പോൾ അവസാനത്തെ പേജിലെത്തുമ്പോഴേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഈറനാകും. നിങ്ങൾ കൂടുതൽ നല്ല മനുഷ്യരായിട്ടുണ്ടാവും. അതാണ് പ്രധാനം. നിങ്ങൾ കൂടുതൽ നല്ല ഒരു മനുഷ്യനായിട്ടുണ്ടാവും. റാങ് വാൽറാങ് എന്നാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. പണ്ട് സ്കൂളുകളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഭാഗം പഠിക്കാനുണ്ടായിരുന്നു. അന്ന് ഇദ്ദേഹത്തിൻ്റെ പേര് ജീൻ വാൽജീൻ എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് ഫ്രഞ്ച് പേരാണ്. അതിൻ്റെ ശരിയായ ഉച്ചാരണം റാങ് വാൽറാങ് എന്നാണ് മനസ്സിലാക്കി. ഇപ്പോൾ ആ പേരുകൾ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം റാങ് വാൽറാങ് ആണ്. ഒരു ബാലൻ, അനാഥ ബാലൻ, ദരിദ്രബാലൻ, സമൂഹത്തിൽ ആരും സംരക്ഷിക്കാനില്ലാത്ത, അച്ഛനാര് അമ്മയാര് എന്നുപോലും അറിയാത്തൊരു അനാഥ ബാലൻ റാങ് വാൽറാങ്. കൊടിയ ദാരിദ്ര്യം, പട്ടിണി, ഒന്നുമില്ല കഴിക്കാൻ. ഒരു ദിവസം ഒരു റൊട്ടിക്കടയിൽ നിന്ന് ഒരു റൊട്ടിക്കഷ്ണം മോഷ്ടിക്കുന്നു. വിശപ്പ് സഹിക്കവയ്യാതെ അവൻ പിടിക്കപ്പെടുന്നു, ജയിലിലടക്കപ്പെടുന്നു. കാരാഗ്രഹവാസം കഴിഞ്ഞ് അദ്ദേഹം ഒരു കുറ്റവാളിയായി പുറത്തിറങ്ങുന്നു. ഈ റാങ് വാൽറാങ് പിന്നീട് വേഷപ്രച്ഛന്നനായി മറ്റൊരു പട്ടണത്തിലെത്തി. അവിടെ ഒരു വ്യവസായിയായി ഒരു വലിയ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തി ജനങ്ങൾക്ക് പ്രിയങ്കരനായി ആ നാടിൻ്റെ മേയറായി മാറുന്നു. കുറേ കാലം അദ്ദേഹം ജനങ്ങളുടെ പ്രിയങ്കരനായി, പ്രിയപ്പെട്ട മേയറായി, ഭരണാധികാരിയായി, സമൂഹത്തിലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്ന വലിയ സഹായിയായി, കാരുണ്യപ്രവർത്തകനായൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായി മാറി. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അദ്ദേഹത്തിനെ കൂടി ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു തടവുപുള്ളി മോചിതനായി പുറത്തു വന്നപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് റാവേർ എന്ന് പറയുന്ന കഥാപാത്രം രംഗത്ത് വരുന്നത്. ഈ റാവേർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഈ കഥയിലെ നായകൻ റാങ് വാൽറാങ്ങും കഥയിലുടനീളം ഏതാണ്ട് അവസാനം വരെ വില്ലനായി പ്രത്യക്ഷപ്പെടുന്ന റാവേർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. റാവേർ അദ്ദേഹത്തെ കണ്ടെത്തുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും അദ്ദേഹം തടവറയിലാകുന്നു. വീണ്ടും ഒരുപാട് ഘട്ടങ്ങളിലൂടെ നോവൽ കടന്നു പോകുന്നു. റാങ് വാൽറാങ് വീണ്ടും തടവ് ചാടുന്നു. ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ നോവൽ കടന്നു പോവുകയാണ്. ഇതിനിടയിൽ റാങ് വാൽറാങ് പല ജീവിത ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, പല വേഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കൊസാത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ രക്ഷകനാകുന്നുണ്ട്. ഇങ്ങനെ വലിയ ഒരു കാലഘട്ടത്തിലൂടെ നോവൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ സമൂഹത്തിലെ ദാരിദ്ര്യം, അവിടെ നിസ്സഹായരായ മനുഷ്യജീവിതങ്ങൾ, അതിനിടയിൽ തന്നെ പ്രഭുക്കളുടെ ജീവിതങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ആളുകളുടെ ദൈനംദിന ജീവിതത്തിലൂടെ നോവൽ കടന്നു പോവുകയാണ്. ഈ നോവൽ അവസാനം എത്തുമ്പോൾ നമുക്ക് റാങ് വാൽറാങ്ങിൻ്റെ ജീവിതം നമ്മെ ഇങ്ങനെ വേട്ടയാടുന്നത് പോലെ തോന്നും. ഒരു മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ, തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ജീവിതത്തിൽ കുറ്റവാളിയാക്കപ്പെട്ട് അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു റാങ് വാൽറാങ്ങിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ നോവലിലെ പല പരാമർശങ്ങളും വല്ലാതെ പിടിച്ചുലക്കുന്ന നിരവധി പരാമർശങ്ങൾ ഈ നോവലിലുണ്ട്. അത് ഒരു തവണ വായിക്കുമ്പോൾ നമുക്ക് വീണ്ടും വായിക്കണമെന്ന് തോന്നും. നമ്മുടെ മനസ്സിലൂടെ അതിൻ്റെ ദുഃഖസാന്ദ്രമായ ചില ഭാവങ്ങൾ കടന്നു പോകും. ഇങ്ങനെ നമ്മുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ, കുറേയേറെ പരാമർശങ്ങൾ നമുക്ക് ഈ നോവലിൽ കാണാൻ വേണ്ടി പറ്റും. ഇത് വായിച്ചു കഴിയുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പുതിയൊരു മനുഷ്യനാവും. നമുക്ക് മനുഷ്യനോട് കുറേ കൂടി സഹതാപം തോന്നും. മനുഷ്യരെ നമുക്ക് കുറേ കൂടി മനസ്സിലാക്കണമെന്ന് തോന്നും. മനുഷ്യരുടെ ദുഃഖങ്ങൾ അത് ഏകാന്തമായ ദുഃഖങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ ഈ നോവലിലെ പ്രമേയങ്ങളാണ്. വായനാ വാരം സമാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ വായന ശീലമുള്ള ആളാണെങ്കിൽ നിങ്ങൾ തുടർന്ന് വായിക്കണം. തീർച്ചയായും വായന നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കും, പുതിയൊരു മനുഷ്യനാക്കും. ഈ നോവൽ, ഇതുപോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അവസാന പുറങ്ങളിലെത്തുമ്പോൾ
നമ്മളൊരു വിശുദ്ധ ഗ്രന്ഥം വായിച്ചു തീർത്ത പ്രതീതിയാണ് ഉണ്ടാവുക. തീർച്ചയായും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നേരത്തെ ഇതിൻ്റെ സംഗ്രഹമൊക്കെ വായിച്ചിരുന്നെങ്കിലും മലയാള പരിഭാഷ ഞാനും ആദ്യമായിട്ട് മുഴുവൻ വായിച്ചു തീർത്തു. നോവൽ അവസാനിക്കാറാകുമ്പോൾ പേജ് 800-നൊക്കെ അടുത്തെത്തുമ്പോൾ റാങ്വാൽ റാങ്ങിൻ്റെ ജീവിതം ചുരുക്കി നോവലിസ്റ്റ് വീണ്ടും പറയുന്നുണ്ട്. 1822 കാരാഗ്രഹത്തിൽ നിന്നും ചാടിപ്പോന്ന ഒരുവനുണ്ടായിരുന്നു. അയാൾ മോൺസിഞ്ഞോർ മദലിയൻ എന്ന വിളിപ്പേരിൽ ഒരു വ്യവസായിയായി. പ്രമാണിയായപ്പോൾ ആ പഴയ മട്ടിൽ സാമൂഹ്യ അംഗീകാരം നേടി. ആ പട്ടണം മുഴുവനും അയാളുടെ അധീനതയിലായിരുന്നു. ദരിദ്രർക്ക് അയാൾ രക്ഷകനായി ആശുപത്രികൾ പണിത് സഹജീവികൾക്ക് സൗജന്യ ചികിത്സ നടപ്പിലാക്കി. പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകി. പള്ളിക്കൂടങ്ങൾ കെട്ടി. വിധവകൾക്ക് ദാനം ചെയ്തു. അങ്ങനെ പട്ടണത്തിൻ്റെ ദൈവമായി മാറിയ അയാൾ ഒടുക്കം നഗരപിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ നഗരപിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട റാങ്വാൽ റാങ്ങിൻ്റെ ജീവിതം പിന്നീട് ദുരന്തങ്ങളിലൂടെ വീണ്ടും കടന്നു പോവുകയാണ്. ഓരോ ദുരന്തം കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ മനസ്സിനത് വല്ലാതെ പിടിച്ചെടുക്കും. അദ്ദേഹത്തിൻ്റെ അവസാന രംഗങ്ങൾ നോവലിസ്റ്റ് ഇങ്ങനെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന രീതിയിൽ, മനസ്സിനെ പിടിച്ചെടുക്കുന്ന രീതിയിൽ വിവരിക്കുന്നുണ്ട്. റാങ്വാൽ റാങ് മരിയൂസും കൊസത്തും കിടക്കക്കരികിൽ മുട്ടുകുത്തി. റാങ്വാൽ റാങ് അവരെ ബുദ്ധിമുട്ടി അനുഗ്രഹിച്ചു. ആ കരങ്ങൾ വീണ്ടും നിശ്ചലങ്ങളായി. ആ വിളർത്ത മുഖം ആകാശത്തേക്ക് ഉറ്റുനോക്കി. മരിയൂസും കൊസത്തും ആ കൈകളിൽ തുരുതരെ ഉമ്മവെച്ചു. അയാൾ മരിച്ചു. ആ രാത്രി നക്ഷത്രരഹിതവും ഇരുളാണ്ടതുമായിരുന്നു. ആ വിശിഷ്ടാത്മാവിനെ കൊണ്ടുപോകാൻ ഒരു ദേവത ചിറകുകൾ വിരുത്തി തീർച്ചയായും എത്തിയിരിക്കണം. ആ ദേവതയോടൊപ്പം റാങ്വാൽ റാങ് ഏതോ അദൃശ്യ ലോകത്തേക്ക് പോകുന്നതോടുകൂടിയാണ് നോവൽ അവസാനിക്കുന്നത്. ഈ നോവലിൽ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും നാം റാങ്വാൽ റാങ്ങിനെ നമ്മളറിയും. നമ്മുടെ മനസ്സിലൊരു റാങ്വാൽ റാങ് ഉണ്ടാകും. ആ നോവലിൽ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. നമ്മൾ നല്ല മനുഷ്യരാകും. കുറേ കൂടി നല്ല മനുഷ്യരാക്കുന്ന ഇങ്ങനെയുള്ള പുസ്തകങ്ങളാണ് നമുക്ക് വായനാനുഭവം നൽകുന്നത്. കൂടുതൽ കാലികമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദ ട്രൂ പോയിന്റ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ യഥാസമയം അറിയിക്കാൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു.